LDF സർക്കാർ നടപ്പിലാക്കിയ മെനുവിൽ നിന്ന് UDF സർക്കാർ പിന്മാറുകയാണ്. ഇനി എന്താണ് ബിരിയാണി വെട്ടാൻ കാരണം? പൈസയില്ല. ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി തുടങ്ങിയ വിഭവങ്ങളും മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നു LDF സർക്കാർ. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ദിവസം 6 രൂപ 19 പൈസയും 6 മുതൽ 8 വരെ ക്ലാസ്സിലുള്ളവർക്ക് 9 രൂപ 29 പൈസയുമാണ് അനുവദിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ വില കൂടി. ഇത് കാരണം ഈ തുകയ്ക്ക് ചോറും കറിയും പോലും ശരിക്കും നൽകാൻ കഴിയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനുവിൽ ബിരിയാണി ഇടം പിടിച്ചത്. ആ ഇടം പിടിക്കാൻ കാരണക്കാരനായ ആ കുഞ്ഞിനെയും ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? എന്തായാലും ശംഖുവിന്റെ ഈ ബിരിയാണി ആവശ്യത്തെ തുടർന്ന് സ്കൂൾ മെനു പരിഷ്കരിച്ചിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി തുടങ്ങിയ വിഭവങ്ങളും മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നു LDF സർക്കാർ. LDF സർക്കാർ നടപ്പിലാക്കിയ മെനുവിൽ നിന്ന് UDF സർക്കാർ പിന്മാറുകയാണ്. അതായത് നമ്മുടെ സ്കൂളുകളിൽ ഇനി ചിലപ്പോൾ ബിരിയാണി കിട്ടുമെന്ന ആ പ്രതീക്ഷയുണ്ടല്ലോ, അത് വേണ്ട. വിഭവസമൃദ്ധമായ മെനു UDF സർക്കാർ അങ്ങ് വെട്ടിച്ചുരുക്കുകയാണ്. ഉച്ചഭക്ഷണത്തിൽ ചോറും 2 കറികളും ഉൾപ്പെടുത്തുമെന്നാണ് പുതിയ മാർഗരേഖ. പുതിയ സർക്കുലറിൽ സാമ്പിൾ മെനുവായി 10 വിഭവങ്ങളുണ്ട്. ചോറിനൊപ്പം കാബേജ് തോരൻ, സാമ്പാർ, ചീരത്തോരൻ, പരിപ്പ് കറി, ചെറുപയർ തോരൻ, കോവയ്ക്ക തോരൻ, ഇവയാണ് മെനു. ഇനി എന്താണ് ബിരിയാണി വെട്ടാൻ കാരണം? പൈസയില്ല, അതാണ് കാരണം.